ഇന്ന് ലഡാക്കിലെ പുഗാവാലി കാണാനാണ് പോകുന്നത്. 9ാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേ. ഇവിടെ സൗകര്യമൊക്കെ ഭയങ്കര കുറവാണ്. ഹാൻലേയിലെ രാവിലത്തെ വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആളുകൾ തന്നെ ഭയങ്കര കുറവാണ്. ഈ വില്ലേജിലാണ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. രാത്രി നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ മിൽക്കി വേ ഗാലക്സി കാണാൻ പറ്റും. ഇങ്ങനെ കാണുന്നതിന്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ റീലാക്കിയിടാം. ഇന്ന് ലഡാക്കിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് രാത്രി ലേ ടൗണിലെത്തും. സ്റ്റേ ലേയിലാണ്. അതിനുശേഷം രാവിലെ ഫ്ലൈറ്റ് ആണ്. രാത്രിയൊക്കെ -8 ഡിഗ്രി ആയിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഈ ഹോം സ്റ്റേയിലും കെറോസിൻ റൂം ഹീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. മണ്ണെണ്ണന്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഒരു പുകേന്റെ ഒരു മണമായിരിക്കും റൂമിലൊക്കെ. ഹാൻലേയിലുള്ള പുഗാവാലിയിലോട്ടാണ് പോകുന്നത്. പേര് പോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് പുക വന്ന സ്ഥലമാണ്. ഭൂമിക്കടിയിൽ നിന്ന് പുകയും ഹോട്ട് വാട്ടറും കൂടെ വന്ന സ്ഥലമാണ്. ഹാൻലേ വില്ലേജിൽ നിന്നും പുഗാവാലിയിലോട്ട് 90 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. റോഡൊക്കെ നല്ലതാണ്, നല്ല സ്ട്രൈറ്റ് റോഡാണ്. ഇവിടെ കുറച്ചേരം നിർത്തിയതാണ്. ശരിക്കും ലഡാക്കിൽ തണുപ്പിലേ നല്ല ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. തണുപ്പ് കൂടിയ സ്ഥലമായതുകൊണ്ട് വേഗം കാറിൽ കയറാനുള്ള ടെൻഡൻസി ആയിരുന്നു. റസിൻത സിൻഡ്രലിനെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നതാണ്. ഈ പുഗാവാലി ചാങ്ഡാം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പെട്ടതാണ്. ലഡാക്കിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പെട്ടതാണ്. പുഗാവാലി സീ ലെവലിൽ നിന്നും 14,000 ഫീറ്റ് മുകളിലാണ്. രാവിലെ ആയിട്ടും -5 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇവിടെ. ഇതാണ് പുഗാവാലി. നല്ല ഭംഗിയായിട്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ജിയോ തെർമൽ മേഖലയാണിത്. ഭൂമിക്കടിയിലെ ചൂട് കാരണം അന്തരീക്ഷത്തിലേക്ക് നീരാവിയും ചൂടുവെള്ളവും ഉയർന്നു പൊങ്ങുന്നതാണ്. ഒരു ഫൗണ്ടൻ പോലെയാണ് ഇത് ഭൂമിക്കടിയിൽ നിന്ന് പൊങ്ങി വരുന്നത്. ഇങ്ങനെ വരുന്നതിനെ ഹോട്ട് സ്പ്രിങ്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ അതിന്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല, അവിടെ നിറയെ ചതുപ്പാണ്. ദൂരെ ആ മൗണ്ടൻസിന്റെ താഴെ ഒരു സ്റ്റിക്ക് ഇല്ലേ, അതിനടുത്താണ് ഈ ഹോട്ട് സ്പ്രിംഗ് ഉള്ളത്. സൂക്ഷിച്ചു നോക്കി അവിടുന്ന് പുക വന്നെ ഇങ്ങനെ കാണാൻ പറ്റുമേ. ദൂരെന്നായോണ്ട് പുക മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അടുത്ത് ചെല്ലുമ്പോൾ ചൂടുവെള്ളം കൂടെ വരുന്നുണ്ട്. സൾഫറിന്റെയും ബോറക്സിന്റെയും മിക്സിംഗ് ഉള്ളതാണ് ഈ ചൂടുവെള്ളം. ഈ ഹോട്ട് സ്പ്രിങ്സ് സ്കിൻ അലർജിക്ക് നല്ലതാണെന്ന് പറയാറുണ്ട്. ഇപ്പൊ സ്നോ ഉള്ളത് കൊണ്ട് തന്നെ അത് മെൽറ്റായി ചതുപ്പായിട്ട് മാറിയേക്കണം ഈ സ്ഥലം. സമ്മർ ആയി കഴിയുമ്പോൾ ഈ ചതുപ്പൊക്കെ മാറി ഇവിടെയൊക്കെ നല്ല ഗ്രീനിഷ് ആവുവേ. ഈ ടൈം ആകുമ്പോൾ മണ്ണൊക്കെ നല്ലോണം ഉറക്കുവേ. അപ്പൊ ഞങ്ങൾക്ക് നടന്ന് അതിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റും. ഈ ടൈമിലുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ റീലാക്കിയിടാം. ഇവിടെ നിന്നും വേറൊരു ഹോട്ട് സ്പ്രിംഗ് കാണാനാണ് പോയത്.